നോക്കണം, ഒന്ന് ഓഡിയോ നോക്കി. ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ, ഹലോ ഹലോ ഹലോ. ഓക്കെ. കഴിഞ്ഞ ദിവസേ ഓക്കെ, ഞാൻ മനോരമയിൽ ഒരു വാർത്ത കണ്ടു. അതായത് 2025 ജാനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസത്തിനിടയിൽ 2000-ൽ കൂടുതൽ ഏലിയൻ സൈറ്റിങ്സ് ഉണ്ടായിട്ടുണ്ട്. 2000-ൽ കൂടുതൽ ഏലിയൻ സൈറ്റിങ്സ്. എവിടെ സ്ഥലം? അമേരിക്ക, ഓഫ്കോഴ്സ് അമേരിക്ക. അപ്പം ഈ 2000-ൽ കൂടുതൽ ഏലിയൻ സൈറ്റിങ്സ് എന്ന് പറയുന്നതിൽ 400-ൽ കൂടുതൽ മനുഷ്യന്മാരെ കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നാഷണൽ UFO റിസർച്ച് സെന്റർ ആണ്. ഓക്കെ, അല്ല, അതായത് ചുമ്മാ റോഡിൽ കൂടെ നടന്നു പോകുന്ന ഒരാള് ആകാശത്ത് എന്തോ ഒരു സാധനം പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. ഈ 400 പേരെന്ന് പറയുന്ന മനുഷ്യർ, 400 മനുഷ്യർ കണ്ടിട്ട് റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഈ 400-ൽ 300 പേരും സ്കൈ വാച്ചേഴ്സ് ആണ്. അതായത് എന്തെങ്കിലും ഒരു സാധനം പോകുന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള 300-ഓളം പേര്. ആ 300 ആളുകളും പിന്നീട് കുറച്ചു പേരും കൂടി കണ്ടിട്ടുള്ള ഒരു UFO സൈറ്റിങ്സ് ആണ് 2000-ൽ കൂടുതൽ എന്ന് പറയുന്നത്. ഈ 6 മാസത്തിന്റെ കണക്കാണ് ഈ പറയുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള വാർത്തകളോടുള്ള നിന്റെ സമീപനം? UFO സൈറ്റിങ്സ് എന്ന് പറയുമ്പോൾ അത് ഒരു ഏലിയൻ ആ കൺസെപ്റ്റിലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ പൊതുവെ ഏലിയൻ എന്ന് പറയുമ്പോൾ ഞാൻ പൊതുവെ അങ്ങനെ ഒരു ഇൻ്റലിജൻറ്റ്, അതായത് ഗ്രഹങ്ങളിൽ നിന്ന് ഗ്രഹങ്ങളിലേക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഇൻ്റലിജൻസ് സ്പീഷീസിനേക്കാളും ഞാൻ കൂടുതൽ ഏലിയൻ എന്നുള്ള തോട്ടിൽ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു നമ്മുടെ ഭൂമിയിൽ തുടക്കത്തിലുണ്ടായ പോലെ സൂക്ഷ്മജീവികളോ അല്ലെങ്കിൽ അതുപോലെ സസ്യങ്ങളോ അങ്ങനെ എന്തായാലും ഏലിയൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പൊതുവെ ഏലിയൻ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്. മേ ബി നമ്മളിപ്പോൾ അവരുടെ ഗ്രഹത്തിൽ പോയിട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോവുകയാണെങ്കിൽ നീ പറഞ്ഞതുപോലെ ചെടിയോ വാഴയോ തെങ്ങയോ എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. പക്ഷെ നമ്മളുടെ വിഷയം നമ്മുടെ ടെറിട്ടറിയിൽ വന്നിട്ട് പറക്കുന്നേറ്റങ്ങളെ കുറിച്ചാണ്. അതായത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുള്ള ഏലിയൻ സൈറ്റിങ്സിനെ കുറിച്ചാണ് വിഷയം. അവര് നമ്മുടെ നാട്ടിൽ എത്തണമെങ്കിൽ, നമ്മളെ അടുത്തേക്ക് നമ്മളെ തെരഞ്ഞു വരണമെങ്കിൽ അത് എവിടുന്ന് വന്നിട്ടുണ്ടാവണം, എത്ര ഗാലക്സീസ് കടന്നിട്ട് എത്തിയിട്ടുണ്ടാവണം, എത്ര ലൈറ്റ് ഇയേഴ്സ് ദൂരെ നിന്നായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. ഇത്തരം ചിന്തകളെ കുറിച്ചാണ് എന്റെ ചോദ്യം. അതായത് നമ്മുടെ കാൾ സാഗൻ ഒക്കെ പറയുന്നത് പോലെയുള്ള ചില തിയറികൾ, അതായത് നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അൺസയന്റിഫിക് ആയിട്ടുള്ള സാധനം. അൺസയന്റിഫിക് എന്ന് പറയുമ്പോൾ ഞാൻ ശാസ്ത്രം അതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നു ഞാൻ പറയില്ല. നമ്മൾ ശാസ്ത്രം ഇപ്പോഴും അതിൻ്റെ പിന്നാലെ ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. പല ഇൻസിഡൻറ്റുകളും സംഭവിച്ചു എന്ന് പല സ്ഥലത്തും കേൾക്കുന്നുണ്ട്. അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിനെ മുഴുവനായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതായത് പല സ്ഥലങ്ങളിൽ UFO സൈറ്റിംഗ് കണ്ടു, ചിലരൊക്കെ അതിന് വാഹനം കണ്ടു, UFO പറക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇൻസിഡൻസ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഇന്നലെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയ സാധനമല്ല, എത്രയോ കാലങ്ങളായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മുമ്പത്തെ തലമുറേനേക്കാളും മുമ്പത്തെ തലമുറ ഏലിയൻസിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും. ഇതിന്റെ ഒരു തുടക്കമുണ്ട്. എത്രയോ മുമ്പത്തെ തലമുറകൾ, അതായത് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഭൂമിക്ക് പുറത്ത് നമ്മളെ കൂടാതെ മറ്റ് സ്പീഷീസ് ഉണ്ടായിരുന്നു എന്നുള്ള വിഷയങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് പാൻസ്പെർമിയ എന്ന് പറയുന്നത്. പാൻസ്പെർമിയെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പാൻസ്പെർമിയ എന്ന് പറയുന്ന വാക്കിന് ഒരു ഗ്രീക്ക് വേർഡാണ്. പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും, സ്പെർമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ്. അതായത് എല്ലായിടത്തേക്കും സീഡുകൾ എത്തി എന്ന് പറയുന്നൊരു തോട്ട്, തിയറി എന്ന് അതിനെ വിളിക്കാൻ പറ്റില്ല, അതൊരു ഹൈപ്പോത്തസിസ് ആണ്. കാരണം സയന്റിഫിക്കലി നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു തോട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിലെ എവിടെ നിന്നോ ജീവന് ആധാരമായിട്ടുള്ള സീഡുകൾ, വിത്തുകൾ പ്രപഞ്ചത്തിൽ പലയിടങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ഭൂമിയിൽ എത്തിയത് കൊണ്ട് നമ്മളുണ്ടായി. നമ്മൾ അതേക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നൊരു തോട്ടാണ് പാൻസ്പെർമിയ. ഇതേപോലെ പ്രപഞ്ചത്തിലെ മറ്റു പല സ്ഥലങ്ങളിലും ഈ സീഡ് എത്തിയിട്ടുണ്ടാവും. ഈവൻ നമ്മുടെ ചന്ദ്രനിലും ചൊവ്വയിലും വരെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് അവിടെ ജീവൻ ഉണ്ടാവുന്നില്ല? കാരണം അതിന് പറ്റിയൊരു സാഹചര്യം ഭൂമിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അതിനെ കുറിച്ചുള്ള ഒരുപാട് തിയറികൾ നമുക്ക് പറയാനുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ജീവന്റെ തുടക്കം എവിടെയാന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം നമുക്ക് ഇവിടെ ഈ ഒരു വിഷയത്തിൽ ചോദിക്കാൻ പറ്റില്ല. കാരണം അവിടെയാണ്
ദൈവത്തിലേക്ക് എത്തുന്നത്. കാരണം ഈ ഗ്രീക്ക് മിത്തോളജി അല്ലെങ്കിൽ ഗ്രീക്ക് ഫിലോസഫിയിൽ ദൈവം എന്ന് പറയുന്ന സങ്കല്പത്തിന് ശേഷമാണ് ബാക്കിയൊക്കെ ഉള്ളത്. ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് അന്യഗ്രഹ ജീവികളിലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. സോ ദൈവം എവിടെ നിന്നോ മനുഷ്യനെ സൃഷ്ടിച്ചു, അതിനെ ലോകത്തിലേക്ക് മുഴുവൻ സ്പ്രെഡ് ചെയ്തു, അതിലൊന്ന് ഭൂമിയിൽ വന്ന് പതിച്ചു, അത് ഇന്ന് നമ്മൾ മനുഷ്യനായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ ഒരു പാൻസ്പെർമിയ എന്ന് പറയുന്ന സങ്കല്പം. ഇതിനെ ബൈബിൾ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വേറെ രീതിയിലാണ്, ഭൂമിയിൽ തന്നെയാണ് അതിന്റെ ഭൂമിയിൽ തന്നെ എന്ന് പറയുമ്പോ ഏദൻ തോട്ടം എന്ന് പറയുന്ന സ്ഥലം ഭൂമിയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. പക്ഷെ ഭൂമിയിൽ തന്നെ എന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ സ്വർഗം ഭൂമിയിലാണോ നരകം ഭൂമിയിലാണോ ഒന്നും നമുക്കറിയില്ല. ഭൂമി വേറെ ആയിട്ട് നിൽക്കുന്നു. നമുക്ക് റിലീജിയസ് ആയിട്ടുള്ള തോട്ട് മറ്റൊരു യൂണിവേഴ്സിലാണ്. ഇവിടെ ഭൂമിയിൽ മനുഷ്യൻ എത്തി, അത്രയേ ഉള്ളൂ. ഈ പാൻസ്പെർമിയ നമ്മൾ എടുക്കേണ്ട പോയിന്റ് അത്ര മാത്രമേ ഉള്ളൂ. ഭൂമിയിൽ മനുഷ്യൻ എത്തി. പക്ഷെ ഭൂമിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഭൂമി അല്ലാതെ മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തിലും എത്തിയിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ നമ്മളെ പോലെ തന്നെയുള്ള ജീവൻ അവിടെയും ഉണ്ടാവാം എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. അതെ അതെ, ശരിയാണ്. അതിന് നമ്മൾ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. നമ്മള് പ്രപഞ്ചത്തിൽ ഒരുപാട് ഭൂമിയെ പോലെയുള്ള ഗ്രഹങ്ങൾ ഉണ്ടാവും. അതിന് അപ്പോ അത്തരം ഒരു ഗ്രഹത്തിൽ നമ്മളെ പോലെ ഒരു സ്പീഷീസ് ഉണ്ടാവുമെങ്കിൽ ഇതേ സാഹചര്യമുള്ള മറ്റൊരു സ്ഥലത്തും കൂടെ പറയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞ, അങ്ങനെ ചിന്തിക്കുമ്പോ പാൻസ്പെർമിയ എന്ന് പറയുന്നതിനെ ഒരിക്കലും അൺസയന്റിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. അതിനുള്ളൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ പാൻസ്പെർമിയ തന്നെ കാൾ സാഗൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫേമസ് ആയിട്ടുള്ള ഒരു ആസ്ട്രോണമറാണ് അദ്ദേഹം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു വിഷയത്തെ നമുക്ക് ഒരിക്കലും അൺസയന്റിഫിക് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പാൻസ്പെർമിയ എന്ന് പറയുന്ന ഈ ഒരു തോട്ടിനെ കാൾ സാഗനെ പോലുള്ള പല സയന്റിസ്റ്റുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡയറക്ട്ലി പാൻസ്പെർമിയനെ സപ്പോർട്ട് ചെയ്തെന്നല്ല, അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഡയറക്ഷണൽ പാൻസ്പെർമിയ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് എവിടെ നിന്നോ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞു വിട്ടു എന്നുള്ളതല്ല. ഈ വിത്തുകൾ, ജീവന്റെ വിത്തുകളും താങ്ങി എന്തോ ഒന്ന്, അതൊരു ആസ്ട്രോയിഡ് ആവാം, ഒരു ധൂമകേതു ആവാം, പിന്നെ ഒരു ചിഹ്നഗ്രഹം എന്തോ ആവാം, അത് ഭൂമിയിൽ വന്ന് പതിച്ചിട്ടുണ്ട്. അത് എവിടെ നിന്ന് വന്നു എന്നുള്ളതിന് കാൾ സാഗൻ ഒരു ഉത്തരം ഉണ്ടായിരുന്നു. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ നിന്ന്, അതായത് ദ ലാസ്റ്റ് ആൻഡ് ദ ഫസ്റ്റ് മാൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. എനിക്ക് തോന്നുന്നു കുറെ മുമ്പേറ്റം വായിച്ച. അതിൽ പറയുന്ന ഒരു സാധനം, ഏതോ ഒരു സൗരയൂഥം നശിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഹാബിറ്റബിൾ സോണിലുള്ള ഒരു പ്ലാനറ്റിൽ നിന്നുള്ള ഒരു സ്പീഷീസ് അവരുടെ സ്പീഷീസ് അവസാനിക്കാതിരിക്കാൻ വേണ്ടി പ്രപഞ്ചത്തിലേക്ക് വിടുകയാണ്. എന്ത് വിത്ത്, ജീവന്റെ വിത്തുകൾ. അത് ഭൂമിയിൽ വന്ന് വീണു. ഭൂമിയിൽ വന്ന് വീണു മാത്രമേ പറയുള്ളൂ, പ്രപഞ്ചത്തിൽ മുഴുവൻ പടർന്നെന്ന് സാഗൻ പറയുന്നില്ല. ഭൂമിയിൽ വന്ന് വീണു. മേ ബി വേറെ എവിടെയും പോയിട്ടുണ്ടാവുമായിരിക്കാം. അതും മറ്റേതോ ഒരു മനുഷ്യനാണ്. ഇനി ഭാവിയിൽ നമ്മളുടെ പൂർവികർ, അതായത് ഈ നശിച്ചു പോയ സൗരയൂഥത്തിലെ നമ്മളെ പറഞ്ഞു വിട്ട ഒരു ജീവി ഉണ്ടല്ലോ, അതായത് അന്നത്തെ മനുഷ്യർ, അവര് കറങ്ങി തിരിഞ്ഞ് വരുന്ന ഒരു കഥക്കാല് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. സോ പാൻസ്പെർമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല ഫേസസ് ഉണ്ട്. ഇനി വേറൊരാളും കൂടി ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അതായത് മൂപ്പര് കുറെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ജീവന്റെ പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ, എവിടെ നിന്നാണ് ജീവൻ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ചെന്നെത്തുന്നത് അബയോൻസിസിലാണ്. എന്നാ നമുക്കതിനെ പൂർണ്ണമായിട്ടും ഇല്ല പറയാൻ പറ്റില്ല. ശരി, മില്ലർ ഉയറെ പരീക്ഷണത്തിൽ അത് തെളിഞ്ഞിട്ടുണ്ട്. മറ്റേ അത് ജീവന്റെ അടിസ്ഥാനമായ അമിനോ ആസിഡുകൾ അത് ഭൂമിയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് അതിലേക്ക് ഒരു പരീക്ഷണം നടത്തിയപ്പോൾ അങ്ങനെ ഒരു പരീക്ഷണത്തിൽ ഒരു ചെറിയ സാധ്യത കിട്ടിയിട്ടുണ്ട്. എന്നാൽ അത് നമുക്ക് പൂർണ്ണമായും ഒരു ജീവൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടായി. പക്ഷേ നമ്മള് അന്വേഷിച്ചു പോയ, ഇനിയും നമ്മൾ ഓരോ ദിവസവും ജീവന്റെ തുടക്കം അന്വേഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ എത്തുന്ന പോയിന്റ് പാൻസ്പെർമിയയിലായിരിക്കും എന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത്. 2009 അത് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് അൺസയന്റിഫിക് എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പാൻസ്പെർമിയനെ നമുക്ക് ഒരു അൺസയന്റിഫിക് ആയിട്ടുള്ള തിയറി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് ശരിയാണ്. കാരണം എന്താ, നമ്മൾ പല സ്ഥലങ്ങളിൽ പലപ്പോഴായിട്ട് കേൾക്കാറുണ്ട്, ഈ ചിലരൊക്കെ UFO, അതായത് അന്യഗ്രഹ പേടകം പോലെ കണ്ടു, അതിന് ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പലരും പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ തന്നെ അതിനെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഈ ഏലിയൻസിനെ കണ്ടു എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40s മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളൊന്ന് നോക്കിയാൽ 1940s മുതലാണ് ഇത്തരത്തിലുള്ള സൈറ്റിങ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പേ ഉണ്ട്, പക്ഷെ ഒന്ന് കൂടുതലായിട്ട് വന്നു തുടങ്ങുന്നത് ഈ ഒരു 40s സമയം. കാരണം ആകാശത്തേക്ക് ആളുകൾ നോക്കി തുടങ്ങുന്ന സമയം, കോൾഡ് വാറിന്റെ സമയം. പറഞ്ഞു വരുന്നത് അമേരിക്കനെ കുറിച്ചും USSR കുറിച്ചുമാണ്. കാരണം ചാരപ്രവർത്തിക്ക് വേണ്ടിയിട്ട് പല കണ്ടിട്ട് പോലും ശീലമില്ലാത്ത പറക്കുന്ന വസ്തുക്കൾ അമേരിക്കയുടെയും റഷ്യയുടെയും മുകളിലൂടെ പറന്നിരുന്ന സമയമാണ്. അപ്പൊ പിന്നെ കൂടുതൽ ആകാശം അത് ശ്രദ്ധയിൽപ്പെടും. അതെ. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വസ്തുക്കൾ കാണുമ്പോൾ അതിന്റെ പിന്നിൽ അമേരിക്ക അല്ലാന്ന് അമേരിക്കയും USSR അല്ലാന്ന് അവരും പറയുമ്പോ പിന്നെന്താ അങ്ങനത്തെ ചിന്തകൾ വരും. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സാധനം റോസ്വെൽ ഇൻസിഡന്റ് ആണ്. റോസ്വെൽ ഇൻസിഡന്റ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. റോസ്വെല്ല്, അതായത് 1947 ഈ ഒരു സംഭവം നടക്കുന്നത്. റോസ്വെൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു കൃഷിക്കാരന്റെ കൃഷിയിടത്തില് എവിടെ നിന്നോ തകർന്നു വീണ അപരിചിതമായ ഒരു വസ്തു. അത് നമുക്ക് പരിചയമില്ലാത്തൊരു മെറ്റീരിയൽ. അതില് റബ്ബർ ഉണ്ടായിരുന്നു, മെറ്റൽ ഉണ്ടായിരുന്നു, വേറെ എന്തൊക്കെയോ വസ്തുക്കൾ. എന്തോ കാലാവസ്ഥ ബലൂൺ എന്തോ വീണതാണ് അങ്ങനെയും പറയുന്നത് കേൾക്കുന്നുണ്ട്. അതായത് ഈ ഒരു സാധനം കണ്ടപ്പോ ഇത് ഇവര് അവിടുത്തെ മിലിറ്ററി ഓഫീസേഴ്സിനോട് പറഞ്ഞു ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞു. ആദ്യം മിലിറ്ററി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനം ഒരു UFO കിട്ടിയതാണ്. അതായത് നമുക്ക് പരിചയമില്ലാത്ത എന്തോ ഒരു വസ്തു തകർന്നു വീണിരിക്കുന്നു എന്നാണ് അന്ന് അവർ റിപ്പോർട്ട് ചെയ്തതും അത് പല പത്രങ്ങളിലും വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് വിത്തിൻ ഫ്യൂ ഡേയ്സ് അവർ പറഞ്ഞു ഇത് വെതർ ബലൂണിന്റെ ബാക്കിയാണ്. അപ്പത്തേക്ക് ഈ വേസ്റ്റേജ് മുഴുവൻ എടുത്ത് കൊണ്ടുപോയി ഇത് വെതർ ബലൂണിന്റെ വേസ്റ്റേജ് ആണെന്ന് അവർ പറഞ്ഞു. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്കും ആ എടുത്തുകൊണ്ടായ കൃഷിക്കാർക്കും അറിയാം ഇത് വെതർ ബലൂണിന്റെ വേസ്റ്റ് അല്ല എന്നുള്ളത്. ഇത് എവിടുന്ന് വെതർ ബലൂൺ പൊട്ടി വീണതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാം, അവരതിന് മുമ്പ് കണ്ടിട്ടുമുണ്ട്. പക്ഷെ അത്രയും ദിവസം ഇത് എന്തോ ഒരു UFO ആണെന്ന് പറഞ്ഞിരുന്ന ആളുകൾ പോലും പെട്ടെന്ന് തിരുത്തി പറഞ്ഞു. കൃത്യമായിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റ പറയുന്നുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൾഡ് വാറിന്റെ സമയത്ത് തന്നെ പ്രൊജക്ട് സൈൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ പ്രൊജക്റ്റിൽ തന്നെ ആകാശത്തൂടെ പറക്കുന്ന, അതിൽ തന്നെ USSRന്റെ ഫ്ലൈറ്റുകൾ ഏതൊക്കെയാണ്, വിമാനങ്ങൾ ഏതൊക്കെയാണ്, പിന്നെ അമേരിക്കയുടെ ഏതൊക്കെയാണ്, അതിനൊക്കെ കൃത്യമായിട്ട് ഡാറ്റ ഉണ്ട്. ഇതല്ലാത്ത കുറെ സാധനങ്ങളും ആ സമയത്തുണ്ടായിരുന്നു. ഇത് എന്തുകൊണ്ട് ആ സമയത്ത് കൂടുതൽ വന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ അതിന് ശേഷം നടന്നിട്ടുണ്ട്. ഈ പ്രൊജക്ട് സൈനിന്റെ പോലെ തന്നെ പ്രൊജക്ട് ബ്ലൂ ബുക്ക് ഉണ്ട്. പ്രൊജക്ട് ബ്ലൂ ബുക്കിലൊക്കെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്, അതിൽ തന്നെ UFOകൾ ഏതൊക്കെയാണെന്നൊക്കെ കൃത്യമായിട്ട് പറയണം. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വെറും കോൺസ്പിറസി ആണെന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായിട്ടും തള്ളി കളയുമ്പോൾ ഇതിനെ കുറിച്ച് നമ്മൾ വായിച്ചു നോക്കുന്ന പോലില്ല. ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സയന്റിഫിക് തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത പല സാഹചര്യങ്ങൾ അവിടെ വായിക്കാൻ പറ്റുന്നുണ്ടോ. നമുക്കിപ്പോ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ട് അതിനെ ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും പൂർണ്ണമായിട്ട് അതിനെ വിശ്വസിക്കാനും പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട്. ഒരു കോൺസ്പിറസി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാൾക്ക് നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് ശരിക്കും റോസ്വെൽ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഇതിനൊരു ആധികാരികമായിട്ട് എന്തെങ്കിലും ഒരു സംഭവം വേറെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അവിടെയാണ്. അതായത് ഈ റോസ്വെൽ ഇൻസിഡന്റ് ഇതിന് ശേഷം ഇതേ കൃഷിക്കാരായിട്ടുള്ള പല ആളുകളും ഉയരം കുറഞ്ഞിട്ടുള്ള കുട്ടികളെ പോലെ എന്നാൽ വലിയ തലയുള്ള ചില ജീവികളെ കണ്ടിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ആ സമയം വരെ ഈ ഗ്രേ ടൈപ്പ് ഏലിയൻസിനെ കുറിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള സ്റ്റോറീസും വന്നിട്ടില്ല. പക്ഷെ ആളുകൾ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ചെറിയ കൈക്കും കാലിനും നീളം കുറഞ്ഞ ഉയരം കുറഞ്ഞ എന്നാൽ തലയ്ക്ക് മാത്രം വലുപ്പമുള്ള ചില ജീവികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ ഇതുങ്ങളെ മിസ്സിങ് ആവുകയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം അങ്ങനെ കണ്ടതായിട്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അതായത് മനുഷ്യന്റെ ശരീരം തന്നെ, മനുഷ്യന്റെ ശരീരത്തില് വലിയൊരു തല വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതായത് രൂപം കുറഞ്ഞ നീളം കുറഞ്ഞ ഒരു രൂപം പോലെ ഇരിക്കും. അങ്ങനത്തെ രൂപങ്ങളെ അവര് നേരിട്ട് കണ്ടു എന്നാ പറയുന്നത്. ഈ ഒരു സംഭവം നടക്കുമ്പോൾ റോസ്വെല്ലിലെ ഈ ഒരു എന്താ പറയാ ഡെബ്രിസ് അല്ലെങ്കിൽ ഈ അന്യഗ്രഹ പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സമയത്ത് ആദ്യം മിലിറ്ററി റിപ്പോർട്ട് ചെയ്തിരുന്നത് UFO
കണ്ടെത്തിയെന്ന് തന്നെയാണ്, UFOന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് തന്നെയാണ്. പക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ അവരത് മാറ്റി, അവരത് പറഞ്ഞു വെതർ ബലൂൺ. മേ ബി അവർക്ക് തെളിവുകൾ കിട്ടിയത് കൊണ്ടായിരിക്കാം. പക്ഷെ അത് വെതർ ബലൂണിന്റെ അവശിഷ്ടങ്ങളാണ് എന്ന് പറഞ്ഞിട്ടും അന്നത്തെ ആളുകൾ ആരും അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാടോടി കഥകളിൽ പോലും അന്യഗ്രഹ പേടകങ്ങളെ കുറിച്ചിട്ട് അവർ ചർച്ച ചെയ്യുന്ന സമയങ്ങളാണ് അതൊക്കെ. ഇന്നും അതെ, റോസ്വെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ പോലും എന്താണ്? അന്യഗ്രഹ പേടകങ്ങളും അന്യഗ്രഹ ജീവികളാണ്. ഓരോ ഹോട്ടൽസിന്റെ ബ്രാൻഡുകളായാലും ശരി, അവിടേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന മനുഷ്യരുടെ രൂപമായാലും ശരി അന്യഗ്രഹ ജീവികളുടെ വേഷം. കാരണം അത് അവർ ടൂറിസം ആയിട്ട് ആ നാട്ടുകാരുടെ ഒരു പ്രത്യേകത അതാണ്, അവർ അതിനെ എൻജോയ് ചെയ്യുന്നു. സോ അന്നും ആളുകൾ എന്ത് ചെയ്യണം? ഈ ഒരു വിഷയത്തെ എൻജോയ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആളുകളിലേക്ക് പെട്ടെന്ന് പറയണം നിങ്ങൾ വിചാരിച്ചത് ശരിയായില്ല, ഇത് വെതർ ബലൂൺ ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അവർക്ക് ചിലപ്പോൾ ഒരു നിഴല് കണ്ടു കഴിഞ്ഞാൽ അത് അന്യഗ്രഹ ജീവി ആയിരുന്നു എന്നും ചിന്തിക്കാം. മേ ബി നമ്മൾ അതിനെ കുറച്ചും കൂടി ലോജിക്കലി ചിന്തിക്കുമ്പോൾ അങ്ങനെ ആവാം. പക്ഷെ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അവർ അന്ന് ഏലിയൻസിനെ കണ്ടിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അന്ന് അവർ കണ്ട അന്യഗ്രഹ പേടകം അത് അവശിഷ്ടം അന്യഗ്രഹ പേടകമായിരുന്നുവെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല? അതാണ് എൻ്റെ ഒരു സംശയം. അതായത് അന്ന് അവര് അത്തരം രൂപം, ഒരു ചെറുതായ രൂപം പറഞ്ഞ പോലത്തെ രൂപം അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത്തരം രൂപങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല? അതായത് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ഇത്തരം ഒരു ഏലിയൻ അനുഭവം ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു സംശയമാണത്. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, അതായത് ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒറ്റ വിഷയത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പൊ കുറച്ച് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 2000-ഓളം ആളുകൾ കണ്ടു കഴിഞ്ഞു. അവരൊരിക്കലും ഗ്രേറ്റ് ടൈപ്പ് ഏലിയൻസിനെ കണ്ടു എന്നല്ല പറയുന്നത്, ആകാശത്തുകൂടെ പറന്നു പോകുന്ന ഒരു സാധനം. സപ്പോസ് ഏലിയൻസ് ഭൂമിയിൽ ഇറങ്ങിയ ഒരു രൂപത്തിൽ അന്നേ ആളുകൾ അതിനെ ചിത്രീകരിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം എന്റെ ഒരു പ്രായം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 10, 35, 36 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ഒരു കഷ്ണ ഏലിയനെ പോലും കാണാൻ പറ്റിയിട്ടില്ല. എന്റെയും മരിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ആഗ്രഹമാണത്. അതായത് മറ്റൊരു ഗ്രഹത്തിൽ ജീവൻ ഉണ്ടാവോ, അല്ലെങ്കിൽ മറ്റൊരു ഏലിയൻ അങ്ങനെ കണ്ടു എന്നുള്ളൊരു എവിടെയെങ്കിലും കണ്ടു, ആരെങ്കിലും കണ്ടു എന്നെങ്കിലും ഒരു വാർത്ത കേൾക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അവിടെയാണ് ഫെർമി പാരഡോക്സിന്റെ ഒരു ഇപ്പൊ ആലോചിച്ചപ്പോ വന്നതാണ്. ഫെർമി പാരഡോക്സ് പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ പ്രപഞ്ചത്തിൽ 400 ബില്യണിലധികം 4000 ബില്യണിലധികം നക്ഷത്രങ്ങളുണ്ടെന്ന് പറയുന്നു. അതിനു ചുറ്റും ഒരുപാട് ഗ്രഹങ്ങളും അതേപോലെ ഭൂമിയെ പോലെ തന്നെ ഒരു ഹാബിറ്റൽ സോണിൽ നിൽക്കുന്ന മില്യൺ കണക്കിന് ഗ്രഹങ്ങളുണ്ട്. അതായത് നമ്മുടെ ഗാലക്സിന്റെ കാര്യം മാത്രം എടുക്കാം. നമ്മുടെ ഗാലക്സിയിൽ തന്നെ ഏകദേശം 100 മുതൽ 400 ബില്യൺ നക്ഷത്രങ്ങൾ ഉണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഈ 400 ബില്യൺ നക്ഷത്രങ്ങളിൽ തന്നെ ഏകദേശം 1000 മില്യൺ ഹാബിറ്റബിൾ സോണിലുള്ള പ്ലാനറ്റ്സ് ഉണ്ടാവും, ഭൂമിയെ പോലെ തന്നെ. നമുക്ക് ഇന്റലിജന്റ് ബീയിങ് ഭൂമിയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് മാത്രം പറയാം. മേ ബി ഉണ്ടാവാം, എന്നാൽ പോലും നമുക്ക് പറയാം. അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ 1000 മില്യൺ സിമ്പിൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ 1000 മില്യൺ ഗ്രഹങ്ങളിൽ നിന്നും ഒരുത്തനെങ്കിലും ഒരാളെങ്കിലും അത് ശരിക്കും ആലോചിക്കുമ്പോൾ ഫെർമി പറഞ്ഞ തോട്ടിലേക്ക് നമുക്ക് എത്താം. പക്ഷെ അപ്പോഴും പ്രധാനമായിട്ടും 3 പോയിന്റുകളുണ്ട്. അതായത് ഒന്ന് ഡാർക്ക് ഫോറസ്റ്റ്, ഗ്രേറ്റ് സൈലൻസിന്റെ കാരണമാണ് ചോദിക്കുന്നത്. അതായത് ഇവരൊക്കെ എവിടെ ഗ്രേറ്റ് സൈലൻസ് ഇത്രയും സാധ്യതകൾ ഉണ്ടായിട്ടും ഇവരെന്തുകൊണ്ട് വരുന്നില്ല? അതിന് സൂ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന ഒരു പോയിന്റും പറയുന്നുണ്ട്, ഡാർക്ക് ഫോറസ്റ്റ് തിയറി എന്ന് പറയുന്ന ഒരു സാധനം പറയുന്നുണ്ട്. സൂ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആദ്യം ഡാർക്ക് ഫോറസ്റ്റ് പറയാം. ഡാർക്ക് ഫോറസ്റ്റ് ഒരു വലിയൊരു കാടാണെന്ന് വിചാരിച്ചു. ആ വലിയ കാടിന്റെ ഉള്ളിൽ നമ്മൾ പെട്ടുപോയി, ഫുൾ സൈലൻസ് ആണ്. ആ പെട്ടുപോയ സമയത്ത് നമ്മൾ ഇന്ന് രക്ഷിക്കോ, വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കോ? ഇല്ല. അതിന്റെ കാരണം എന്താ? ആ കാട്ടിനുള്ളിൽ എന്തൊക്കെയാ ഉള്ളത് നമ്മൾ പേടിച്ചൊരു ഭാഗത്ത്. ഇതേപോലെ വേറെ ഒരുത്തനുണ്ടെങ്കിലോ അവൻ ശബ്ദം ഉണ്ടാക്കുമോ? അവനും അതേ അവസ്ഥയിൽ തന്നെ അവൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവോ? ഇല്ല. ഇനി സപ്പോസ് നമ്മുടെ മുകളിൽ നമ്മളെ പേടിപ്പിക്കുന്ന ഒരുത്തൻ ഉണ്ടെങ്കിലോ? അവന്റെ മുമ്പിലേക്ക് നമ്മൾ ഒരിക്കലും വരികയില്ല, അവന് നമ്മളൊരു വിലയും ഉണ്ടാവില്ല. അവിടെയാണ് സൂ ഹൈപ്പോത്തസിസും ഡാർക്ക് ഫോറസ്റ്റ് തിയറിയും വരുന്നത്. സോ ഫെർമീസ് പാരഡോക്സ് വെച്ച് നോക്കുമ്പോൾ ഇവരെവിടെയെന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ട്, മനസ്സിലാവണം. എന്നാൽ ഈ റോസ്വെല്ലിനെ നമുക്ക് അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം 1947 റോസ്വെൽ ഇൻസിഡന്റ് മാത്രമല്ല സംഭവിച്ചതെന്ന് പിന്നീട് ചില പുസ്തകങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്.
സ്പെൻസറിന്റെ ഏലിയൻ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിൽ റോസ്വെല്ലിനോട് ചേർന്ന് മറ്റൊരു ഇൻസിഡന്റ് കൂടി സംഭവിച്ചിട്ടുണ്ട്.